ഇന്ന് ഞങ്ങളൊരു ചെറിയ കുട്ടി ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. ഇവരെത്ര ആധികാരിക കേട്ട് നോക്ക്. ആക്ച്വലി ലക്ഷ്മി 2 ദിവസമായി ബാഗിന് വേണ്ടി നടക്കുന്ന മനസ്സിനെ പോസിച്ചൊരു ബാഗ് ഇതുവരെ കിട്ടിയില്ല. അതെവിടെയോ ഇരിപ്പുണ്ട്, അതെവിടെ നമ്മളെ കാത്ത്. എവിടെ എവിടെയെങ്കിലും അത് ഡേ ടു ഡേയിലോ അല്ലാതേലോ ഒക്കെ. സച്ചുവിന് മുള്ള മുട്ടിയിട്ട് നിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓടുകയാണ്. സച്ചിനൊന്ന് മുള്ളിയാ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്താണെന്നറിയോ, ഭയങ്കര ലക്ഷ്മി കുറച്ച് കളർഫുള്ളിന്റെ ആളാണ്. സോ കളർഫുൾ സാധനം ഈ കളറൊക്കെ ലക്ഷ്മിക്ക് വേണം. രാവിലെ ഒരു 12 മണിയായപ്പോ ഇറങ്ങിയതാ. ഇപ്പോ സമയം 7 മണി. ഇതുവരെ പച്ച വെള്ളം കുടിച്ചില്ല. അതെ, ഹായ് ഗായ്സ്, വെൽക്കം ടു മോനിഷാസ്. ഇന്ന് ഞങ്ങളൊരു ചെറിയ കുട്ടി ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ ബ്ലോഗിലും വരുമല്ലോ. ഹായ്. സോ ഞങ്ങള് ലക്ഷ്മി 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകും. സോ ഇതുവരെ പ്രൊമോഷൻസിന്റെ തിരക്കിലായിരുന്നു. നാളെ ഒരു പ്രൊമോഷൻ ഉണ്ട് അബുദാബിയില്. സോ ഞങ്ങൾ വിചാരിച്ചു അതിന് മുമ്പേ ലക്ഷ്മിക്ക് ഭയങ്കര നിർബന്ധം എനിക്ക് ഗുച്ചിയുടെ ഒരു ബാഗ് എടുത്ത് തരണം. സോ എനിക്ക് പുള്ളിക്കാരിക്ക് മേടിച്ചു കൊടുക്കണം. വെരി നിർബന്ധം, അതെന്നെ പറഞ്ഞത്. സോ ഭയങ്കര നിർബന്ധം. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, കൊറേ നിർബന്ധിച്ചപ്പോ ഞാൻ അതില് മനസ്സോടെ സമ്മതിച്ചു. ശീലം. സോ സച്ചു ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പൊ ഞങ്ങൾ എനിക്ക് മേടിച്ചു തരണമെന്നാണ് ആഗ്രഹം. സച്ചു അത് കേട്ടപ്പോഴേ സച്ചു ഓടി, ഫ്രണ്ടിൽ ഓടി. സോ ഞങ്ങൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് ദുബായ് മോളിലേക്ക്. ബാക്കി ഷോപ്പിംഗ് വിശേഷങ്ങൾ വഴിയെ പറയാല്ലേ. ആൾക്കാരൊക്കെ നോക്കുന്നത് ഏതാണ് എന്ത് ഈ വേഷം കിട്ടുന്നത്. സോ ബാക്കി വിശേഷങ്ങള് നല്ല കാര്യം സുന്ദരം. സോ ഞങ്ങള് എന്താ സച്ചു വിളിക്കുന്ന സച്ചു ഉണ്ട്. സച്ചുവിന് മുള്ള മുട്ടിയിട്ട് നിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓടുകയാണ്. സച്ചിനൊന്ന് മുള്ളിയാ ഞാൻ ബൈക്കൊക്കെ വെച്ചിട്ട് പ്രോ ആയിട്ട് ഞാൻ ചെയ്യുള്ളൂ. അത് ശരി. ഇത് നിങ്ങൾ എന്റെ യൂട്യൂബിലും കാണണല്ലോ. ഷോ ഇത് നാളെ തന്നെ നടക്കണല്ലോ. സോ നമ്മളെന്തായാലും അപ്പോ മുള്ളാനുള്ള ഓട്ടത്തിലാണ് സച്ചു. ഫസ്റ്റ് ഞങ്ങൾ ദുബായ് മോളിൽ വന്ന് ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണെന്നാണ് സച്ചു പറയുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഷോപ്പിംഗ് വിശേഷം. അതെ, സോ ബാക്കി വിശേഷം സച്ചു ഇത് ഇവിടെ വാഷ്റൂം. സോ വാഷ്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് സച്ചു എന്താണ് ഇപ്പൊ തോന്നുന്ന വികാരം? എന്ത് മുള്ളാൻ പോകുന്നതാ? സോ ഞങ്ങൾ എന്തായാലും ബാക്കി വിഷ്വൽസ് ഇറങ്ങിയിട്ട് കാണിക്കാം. ബാത്റൂമിലെത്തി. ഇപ്പൊ ബാത്റൂം വളരെ ബ്യൂട്ടിഫുൾ ഫ്രെയിം. സോ ആൾക്കാരുണ്ട്, സോ കാണിക്കാൻ പറ്റില്ല. സോ നോക്കിയ നല്ല ഫ്രെയിം ബാത്റൂമില്. ഓക്കെ, ഓഫ് കോഴ്സ്. സോ എന്താണ് ഈ ഫ്രെയിം കാണുമ്പോൾ അവർക്ക് തോന്നുന്നത്? അതെന്താ? അതിന്റെ ഒരു പ്രത്യേകത മാത്രമേ അവിടെ ഉള്ളൂ. കാണുന്ന ഭംഗി ശരിക്കും ഇതിലില്ല. ഇപ്പൊ ഞാൻ നിൽക്കുമ്പോ ഉള്ളൊരു ഭംഗിയാണ് നിങ്ങൾ കാണുന്നത്. ആണല്ലേ? ആ ഇപ്പൊ ഈ വൃത്തിയേട് മാറി ഇതൊക്കെ ഞങ്ങൾ ഔട്ടാക്കും ഒരു കാലത്ത്. ഈ ഫ്രെയിമിൽ ഒരു ലക്ഷറി ഫീൽ ഉണ്ട്. കാരണം ഞാൻ അത് നിന്നപ്പോ നമുക്ക് എന്തായാലും ഇനി കാര്യം സാധിച്ചിട്ട് വരാം. ഞങ്ങള് ദുബായ് മോളിലെത്തി. ഷൂ ഒക്കെ മുള്ളി. ഞങ്ങളതാ നേരെ മീറ്റ് മിസ്റ്റർ സച്ചു. സച്ചു ആണ് ഞങ്ങൾ രണ്ട് യൂട്യൂബ് കാര്യമില്ല, ഞങ്ങളൊക്കെ മരിക്കണം. സോ ഞങ്ങളിപ്പോ ലക്ഷ്മിക്ക് ഒരു ബാഗ് നോക്കാനാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എന്തോ ഒരു പുറത്ത് നോക്കാൻ വന്ന് ഞങ്ങൾ ബാഗും ഷൂ ഒക്കെ എടുത്താ പോയത്. അപ്പൊ നമുക്ക് നോക്കാം ഇപ്രാവശ്യം എന്തൊക്കെ എടുക്കും എന്നുള്ളത്. ബാഗ് എടുക്കില്ലേ? പൈസ നാളെ വരാൻ പറഞ്ഞു പോവാൻ പറ്റില്ലല്ലോ. സോ ഞങ്ങള് ബാഗ് എടുക്കും. പിന്നെ ഗൗരി ഓൾറെഡി എനിക്ക് ഗൗരിയുടെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് ഇവിടെ ഒരു ബാഗ് നോക്കി വെച്ചിട്ടുണ്ട്. അത് ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് വാങ്ങണം.
സച്ചു ഒരു ഷൂസാ പറഞ്ഞത്, പക്ഷെ എനിക്ക് ഷൂസിനോട് ഇപ്പൊ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാഗ് തന്നെ സച്ചുവിനോടും പറഞ്ഞേക്കുന്നത്. എത്ര ബാഗ് വേണം എനിക്ക്? ഓക്കെ, ലക്ഷ്മിന് ഓൾറെഡി ഫുൾ ഇന്നത്തെ കംപ്ലീറ്റ് ട്രീറ്റ് ലക്ഷ്മിയുടെ വകയാണ്. ഞാൻ പറഞ്ഞതാ ഞാൻ എടുക്കാന്ന്, പക്ഷെ വേണ്ട, ഇവരുടെ ഒരേ വേണമെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എത്ര നിർബന്ധമാണെങ്കിൽ ട്രീറ്റ് ചെയ്തോളൂ. പക്ഷെ എന്താ പറയാ, ലക്ഷ്മിനെ വിഷമിപ്പിച്ച് എനിക്ക് ഒന്നും നേടാനൊരു ആഗ്രഹമില്ല. ലക്ഷ്മിയുടെ സന്തോഷം എന്റെ സന്തോഷം, കാരണം അതിഥി ദേവോ ഭവാന്ന് ആശി പറഞ്ഞു. സോ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളാണ്. ഞാനും സത്യമായിട്ട് ഒരു ബാഗ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ലക്ഷ്മി സഹകരിച്ച. അതായത് ഞാൻ കൊളാബിയാണ്. ഒരുപാട് ദൂരെ പോയി സംസാരിക്കല്ലേ. ഓക്കെ, ഇനി ഞങ്ങൾ ലക്ഷ്മിയുടെ യൂട്യൂബിലേക്ക് പോയിട്ട് വരാം. ഇതോ? ഇത് വേണ്ട, ഒരു എന്തില്ല വേണ്ട, ഓൾറെഡി ഈ ഒരു ടൈപ്പ് ഉണ്ട് കയ്യില്. കിളിപ്പച്ച കിളിപ്പച്ച ഓൾറെഡി കിളിപ്പച്ച ഡ്രസ് ഉണ്ട്, അതുകൊണ്ട് ഷൂ വേണ്ട. നിനക്ക് ഇഷ്ടപ്പെട്ടാ? നമുക്ക് നെക്സ്റ്റ് വീക്ക് വന്നാലോ? വൈ? ഇന്ന് മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വന്നേക്കുവാണ്. ഏതെങ്കിലും ഒന്ന് എടുക്കണമെന്നോ? ഓക്കെ, ഇത് ബാത്റൂമിൽ പോവാൻ. ബാത്റൂമിൽ പോവാൻ എത്ര ദിറംസ് ആണ് നോക്ക്? നമ്മുടെ സ്റ്റാൻഡ് 1000 ഉള്ളൂ. നോ 130 ഓൺലി. അപ്പൊ വേണ്ട, 130 ആണെങ്കിൽ വേണ്ട, അത് ഭയങ്കര ചീപ്പായി പോയി. 130 ഒക്കെ ഇട്ടിട്ട് ബാത്റൂമിൽ പോവാ? അയ്യേ, കുറഞ്ഞതൊരു 5000 ദിറംസ് എങ്കിലും വേണം ബാത്റൂമിൽ പോകാനുള്ള ചെറുപ്പം. ആണല്ലേ? അതിനോടൊരു ക്വാളിറ്റി ഇല്ല. ബാത്റൂം വീഡിയോയിൽ കാണിക്കണോ? നമ്മുടെ ടൈലിന് ചേരാത്ത കളർ കോമ്പിനേഷൻ. ശരി 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 ശരി. അപ്പൊ നീ പറയുന്നത് ഈ ഷോപ്പില് വേണ്ട, ലക്ഷ്മി എടുക്കട്ടെ? കാരണം ലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റ് വളരെ കുറവാണ്. ജസ്റ്റ് 2000, നമ്മുടെ ഒരു സംതിങ്ങേ ഉള്ളൂ ബഡ്ജറ്റ്. അതായത് നമ്മള് ബാത്റൂമിലേക്ക് പ്ലാൻ ചെയ്തേക്കുന്ന ആ ഒരു സെയിം എമൗണ്ട്. സോ നമുക്ക് വേറെ ഷോപ്പിൽ പോകുന്നതാവും നല്ലത്. ലക്ഷ്മി അപ്പുറത്ത് നോക്കുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. ഇവരെത്ര ആധികാരിക കേട്ട് നോക്ക്. ടെൻഷനാണ് ഒരു ഷൂ സെലക്ട് ചെയ്യുന്നതില്. നമ്മൾ ആദ്യം തന്നെ നോക്കുക എന്താ വില. 5000 അല്ലെങ്കിൽ നമ്മളത് റിജക്ട് ചെയ്യും, വേണ്ട. എന്നൊന്നും ഈ ഷോപ്പിൽ 5000 ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങാം. സച്ചു, ഇവിടെ ഏറ്റവും കുറഞ്ഞത് 5000 ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ ഷോപ്പ് പറ്റില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. 5000 ദിറംസ് അറ്റ്ലീസ്റ്റ്. സോ ഇവരെന്തായാലും നോക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോയിട്ട്. ഇഷ്ടപ്പെട്ടായിരുന്നോ ഗൗരി? ഒരു ഷേപ്പില്ല, ഇത് എങ്ങനെ ഇതുവഴി കാല് കയറ്റും. ഇത് ഏത് ബ്രാൻഡ് ഗൗരി? ഇതിന് ബ്രാൻഡ് ഇല്ല എന്നുള്ളതാണ്. ഇതെന്താ അലക്സിന്റെ എന്തോ ബ്രാൻഡ് വായിക്കുന്നില്ല. ആക്സസ് വേണ്ട, എന്തിനാ വെറുതെ നാണം കിടന്ന്. കൊള്ളാത്തൊരു ബ്രാൻഡ്, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്തിനിവിടെ വെച്ചേക്കുന്നത് ദുബായ് മോളിൽ നിന്നാണ് എന്റെ വേറൊരു കൺഫ്യൂഷൻ. ഇത് ഊരിപ്പോകും, കംഫർട്ടബിൾ അല്ല, കാണുമ്പോഴേ അറിയാം. വില പ്രശ്നമാവോയി? എന്ത് ഇതിനെ അപമാനിച്ചു? അല്ല, നിന്റെ ഒപ്പീനിയൻ അല്ലേ ഇത്? അല്ല, ഈ യൂട്യൂബ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നോണ്ട് ചിലപ്പോ ഒരു പ്രശ്നമായി കേൾക്കാം. 14-15 പേർക്ക് ഹേർട്ടാവല്ലേ? ഈ മോനുവിന്റെ ഒരു ഫേവറേറ്റ് സെലക്ട് ചെയ്യോ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഇതിലൊന്നും ഫേവറേറ്റ് ഇല്ല, കാരണം ലോക്കലാണ്. അല്ല, ലോക്കലല്ല, ഞാൻ ഇവിടുത്തെ ദുബായ് ജയിലിലേക്കാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ. ഇത് വിലയുടെയോ മറ്റുള്ള ഇതിന്റെയോ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. എങ്ങനെയാണ് അടിസ്ഥാനത്തിൽ ഞാൻ വേറെ നല്ല ചെറുക്കന്മാരെയും പെണ്ണുങ്ങളെയും എടുത്തിട്ട് ജയിലിൽ പോയി കിടക്കല്ല. ഇല്ലില്ല, അവിടെ കാണത്തില്ല. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഒന്നൊരു കോണമില്ല, ഒരു കോണല്ലാതാണ് സാധനങ്ങള്. ഇതെന്താ? ഇതൊരു പക്ഷി പറന്നു പോകും. പൊന്മാൻ. പൊന്മാനല്ല, തത്തയാ തോന്നുന്നു. കൊറേ പൊന്മാൻ കളറ് നോക്ക്. ഈ പൊന്മാൻ അത് പൊന്മാനും രണ്ടാമത്തെ മലമുഴക്ക് വീഴാമ്പലും. ശരിക്കും പറഞ്ഞ നോക്കിത്. അല്ല സച്ചു, അത് നീലല്ല, മഞ്ഞക്ക്. അത് മലമുഴക്ക് വീഴാമ്പൽ. ഏതാ? അലക്സാണ്ട്ര. അലക്സിന്റെ എന്തൊരു ബ്രാൻഡ്. അക്സൽ ദുബായ് മോളിൽ അധികം വരാത്തത്. ഒന്നാമത്തെ കാര്യം വായിക്കാൻ പറ്റില്ല പലതും. അതല്ല, നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ സാധനം അവിടെ നല്ലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അവിടെ
എന്താ പ്രസ് ഇത് വാങ്ങണേ. അവിടെ അങ്ങോട്ട് ഇപ്പൊ പോവല്ലേ? ഇല്ല ഞാൻ അത് മാറ്റി വെക്കുക. ആൾക്കാരുണ്ട്. നമ്മുടെ ദുബായിൽ വേറെ ഒരു റൂൾ എന്താ, അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളിങ്ങനെ എടുക്കാൻ പാടില്ല. സോ നമുക്ക് നെക്സ്റ്റ് ഷോപ്പിംഗ് ഇതിലേക്ക് പോവാം. കാരണം ഇനിയും കുറെ ഷോപ്പ് ചെയ്യാനുണ്ട്. ആർക്ക്? ഗൗരിക്ക്. സോ ഞങ്ങൾ അടുത്തത് ബാഗ് പർച്ചേസിന് വേണ്ടി വന്നേക്കാണ്. ഇത് മിസ് ഗൗരി. ലക്ഷ്മിയുടെ എടുത്തിട്ട് വേണം ഗൗരിക്ക് എനിക്ക് വാങ്ങിത്തരാൻ. ഇതാണോ സച്ച് വാങ്ങിത്തരണേ? ഇത് നിനക്ക് ഞാൻ ആവശ്യം നോക്കണം. സെറ്റല്ലേ? സെറ്റാണ്. വാങ്ങേ, എടുക്ക്. ഐശുവിന് എടുക്കത്. ഇതൊക്കെയാണ്. അയ്യയ്യയ്യയ്യേ, ഇതെടുക്ക ഐശുവിന്. സോ ഞാൻ പോയിട്ട് എന്റെ ബാഗ് നോക്കട്ടെ. മലയാളി എന്താ മലയാളിയാ? അതിന് പ്രൈസ് എത്രയാ നോക്കട്ടെ. എത്രയാണ്? വേണ്ട പറ, എനിക്കൊന്നും വേണ്ട പറ. 2280 dirhams. കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കാൻ പറഞ്ഞു. Around 30. 2000 എത്ര? 30യോ? തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. 2030യോ? 60. Sorry. അയ്യയ്യേ, ബിസിനസ് മാൻ അത്ര. എന്താ 30 അല്ല 60. 60യുടെ വേറെ നോക്കാം. ഓക്കെ. തച്ചും അവര് അവിടെ നിന്നപ്പോ വേറൊരു ആൽഡോയിലേക്ക് വന്നു. നമ്മൾ കുറച്ച് ബാഗ്സ് ഒക്കെ നോക്കാൻ വേണ്ടിട്ട്, പക്ഷെ നമുക്ക് കിട്ടിയില്ല. സോ അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. ഞങ്ങളിതേ അടിപൊളി. സോ ഞങ്ങൾ പോവാ. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഗൗരി ഇതാണോ ഗൗരി സെലക്ട് ചെയ്തേ? ഇത് ഗൗരി വാങ്ങി. മോനോനൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് താങ്ക് യു. ഓക്കെ സച്ചു. ബില്ല് എടുത്ത് തച്ചു. സച്ചുവിന്റെ അഭ്യർത്ഥന പ്രകാരം ചെറിയ 2 ബാഗ്. എന്റെ ബ്ലോഗാണ്, തന്റെ ബ്ലോഗാണ് കേട്ടോ. ചാർജ് കഴിഞ്ഞതുകൊണ്ട് സച്ചു ദുബായ് മോളിലെ ആപ്പിൾ സ്റ്റോറിൽ വെക്കുന്ന ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. സൗകര്യം ചാർജ് കയറട്ടെ. സച്ചു ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങള് പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കാണിക്ക്. നീലയും പച്ചെല്ലാം ഉണ്ട്. കഴിഞ്ഞ് കഴിക്കണം. ഞങ്ങള് കുറെ സ്ഥലത്ത് ഞങ്ങൾക്ക് മനസ്സിന് പിടിച്ച ഒന്നുപോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. സീരിയസ്ലി ബാഗ് എന്തായാലും വാങ്ങണം എന്ന് ഞാൻ ഉറപ്പിച്ചു വന്നതാണ്. ഇന്ന് എന്ത് സംഭവിച്ചാലും ബാഗ് വാങ്ങണം എന്ന് ഉറപ്പിച്ചു വന്നതാണ്. പക്ഷെ ലക്ഷ്മിക്ക് മാത്രം കിട്ടി, ബാഗ് കിട്ടിയിട്ടില്ല. ആക്ച്വലി ലക്ഷ്മി 2 ദിവസമായി ബാഗിന് വേണ്ടി നടക്കുന്നത്. നമ്മള് സിറ്റി സെന്ററിൽ പോയി, അവിടുന്ന് കിട്ടിയില്ല. മനസ്സിന് പൊതിച്ചൊരു ബാഗ് ഇതുവരെ കിട്ടിയില്ല. അതെവിടെയോ ഇരിപ്പുണ്ട്. അതെവിടെ നമ്മളെ കാത്ത് എവിടെ എവിടെയെങ്കിലും അത് ഡേ ടു ഡേയിലും അല്ലാതേലും ഒക്കെ. സോ ഞങ്ങള് പിന്നെ എന്താണ് ഇത് കഴിഞ്ഞ് ഗസ്സിൽ അല്ലെങ്കിൽ അടുത്ത 3 ഗസ്സിലും കൂടി പോയിട്ട് അടുത്ത ബ്ലാക്ക് പറയാം. ഇതാണോ പറഞ്ഞു? രസമുണ്ട്. വൈറ്റും അല്ല, ഓൾറെഡി വൈറ്റ് ആണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത്. സോ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. വില നോക്കാം, നോക്കാം. ഉള്ളത് എത്രയാ? ഇതിന് 650. ഇത്രയും വലിപ്പമുള്ളതാ പക്ഷെ എനിക്ക് വേണ്ടത്. പക്ഷെ ഇത് ഭയങ്കര നോർമൽ ആയി പോയോ? സ്ലിംഗ് ആയിരിക്കും. ഇതാണ് നമ്മൾ അവിടുന്ന് കണ്ടത്. ഇതുള്ളോ? തെരച്ചിലൊടുവിൽ ഞാൻ ബാഗ് എടുത്തു. ലക്ഷ്മിക്ക് ബാഗ് എടുക്കാൻ നേരം ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എനിക്ക് വലിയ ബാഗ് വേണം. ഇത് കുഞ്ഞിയാ, എനിക്ക് കുഞ്ഞ ഓപ്ഷൻ ഉണ്ട്, വലുത് ഓപ്ഷൻ ഇല്ല. പിന്നെ വേറെ ഒരു ലക്ഷ്മിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ലക്ഷ്മിക്ക് നല്ല ജിങ്കാലാല കളർ വേണം, ഭയങ്കര കളർഫുൾ വേണം. അത് ഇവിടെ ഇല്ല. സോ ഞാൻ പിന്നെ ബ്ലാക്കും വൈറ്റും മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. സോ
സോ ഞങ്ങൾ അങ്ങനെ ബാഗ് വാങ്ങി, ലക്ഷ്മിയുടെ ഷൂ വാങ്ങി, ലക്ഷ്മിയുടെ ബാഗ് വാങ്ങി ഞങ്ങൾ ഇനി വേറെ സ്ഥലത്തേക്ക് ദുബായ് മോളിൽ ഇല്ലല്ലോ, ദുബായ് മോൾ വേണോ? എല്ലാം തപ്പി. ലക്ഷ്മിയുടെ ഞാൻ പറഞ്ഞില്ല എന്താണെന്നറിയോ, ഭയങ്കര ലക്ഷ്മി കുറച്ച് കളർഫുള്ളിന്റെ ആളാണ്. സോ കളർഫുൾ സാധനം ഈ കളറൊക്കെ ലക്ഷ്മിക്ക് വേണം. ഇതാണ് ലക്ഷ്മിയുടെ ഗസ്റ്റിന്റെ, ഇതാണ് എന്റെ ഗസ്റ്റിന്റെ കളർ. ഓർമ്മയുണ്ടല്ലോ. സോ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കണം. ഗൗരി ഓൾറെഡി ഒന്ന് വെക്കോ വേഗം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ വിളിച്ചിട്ട് വരാം. നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം KFC എത്തിയിരിക്കുകയാണ്. ഞങ്ങള് രാവിലെ ഒരു 12 മണിയായപ്പോ ഇറങ്ങിയതാ. ഇപ്പോ സമയം എത്രയാ? 7 മണി. 7 മണി. ഇതുവരെ പച്ച വെള്ളം കുടിച്ചില്ല ഞങ്ങൾ വെറും പെപ്സി ആൻഡ് ഒരു വെള്ളത്തിലാണ് നിൽക്കുന്നത്. സോ KFC കഴിക്കാൻ വേണ്ടി ഞാനും ലൂലും ഇർഫാനും കൂടി വന്നിട്ടുണ്ട്. ഈ കരാമ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വേഗം നമ്മുടെ പേരെന്താ കോരി അത് കഴിഞ്ഞ് നമ്മള് ആസ്റ്ററിൽ പോണം. കുറച്ച് മോയ്സ്ചറൈസ്. പിന്നെ ലക്ഷ്മിക്ക് ഒരു ബാഗ് വാങ്ങാൻ വേറെ എവിടെയെങ്കിലും കൂടെ പോണം. പിന്നെ വീട്ടില് 12 മണിയാ. ഞങ്ങള് മോയ്സ്ചറൈസറും കേൾക്കുന്നില്ല. ഞങ്ങള് സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മുടെ ഡാർലിംഗ് അനഘ ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. രാവിലത്തെ പ്രയാണം ഇപ്പോൾ ഏകദേശം വെളുപ്പാങ്കാലായി സത്യം പറഞ്ഞു. സമയം ഇപ്പോ രാത്രി 12 മണി. അതെ, രാവിലെ 12 മണിയോട് പോയിട്ട് രാത്രി 12. ഞാൻ കുറെ നമ്മൾ ഫുഡ് Thank you so much. She's a celebrity. Oh, happy birthday. താങ്ക് May യു. good Lord grant you all your wishes. താങ്ക് യു. അത് അവരുടെ Just give me happy birthday to you. അതെ To you. റൊമാൻസ്. Happy birthday. Happy birthday. At that time. Local language in English is being God's grace. Lord Shepherd, Nice meeting you, Pritmal. Thank you. And thank you so much for the wish. ആക്ച്വലി ഞാൻ പറഞ്ഞ ഷീസ് എ സെലിബ്രിറ്റി ഫ്രം ഇന്ത്യ എന്നാണ്. അവര് കേട്ടത് ഇതും കൂടെ കണ്ടപ്പോ ബർത്ത്ഡേ ആണെന്ന്. നല്ലൊരു പാട്ട് കിട്ടി. പക്ഷെ നൈസായിട്ട് ഒരു പാട്ട് വരുന്നത് എന്തായാലും വീഡിയോന്റെ ക്ലൈമാക്സ് അടിപൊളി. സോ അപ്പോ ഇതാണ് ഞങ്ങളുടെ പർച്ചേസിങ്. 12 മണിക്കൂർത്തെ നീണ്ട പർച്ചേസിന് കറക്കത്തിനൊടുവിൽ എത്തിയിരിക്കുകയാണ്. കുറെ സാധനങ്ങൾ ഞങ്ങൾ മിസ്സാക്കി കളഞ്ഞു അല്ലേ. നമ്മൾ അതിനുശേഷം കുറെ പർച്ചേസ് കളഞ്ഞു. കാരണം ഫുൾ ഓട്ടം ടൈഡ് ചാർജിങ് ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാരും മോനിഷാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ആദ്യം ഇതൊന്നും അമർത്ത്. സോ എല്ലാരും മോനിഷാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്ത വീഡിയോയുമായി ഉടനെ കാണുന്നവരേക്കും ബൈ.